നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ തുടർച്ചയായിട്ട് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക്, അതിനകത്ത് 1.5 വർഷത്തെ ഡാറ്റാസ് ഉണ്ട്, അത് ചെക്ക് ചെയ്യാം. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിഫ്റ്റിയുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കുറച്ച് ലൈവ് വീഡിയോസ് നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയല്ല, ഇത്തിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ലൈവ് വീഡിയോ കുറച്ച് കണ്ടതിന് ശേഷം ലൈവിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ ലൈവ് റൂമിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമായിരുന്നു ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തി. രണ്ടാമത്തെ കേസ്, ഞാൻ ഒരിക്കലും ഒരു ട്രേഡിംഗ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. ഞാൻ എൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. 1.5 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ്. എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. F&O, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. സെക്കൻഡ് തിങ്, ലൈവിലുള്ള പ്രത്യേകത, ഞാൻ ഒരിക്കലും കോളോ ടിപ്പോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളല്ല. നിങ്ങൾ ഇന്ന സ്ഥലത്ത് എടുക്കൂ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് പറയുന്ന ഒരാളല്ല. ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓവർ ട്രേഡ്, റിവഞ്ച് ട്രേഡ് ഇതൊക്കെ കുറക്കാം. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ റിവഞ്ച് ട്രേഡിലേക്കൊക്കെ പോകുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് ഒരുമിച്ച് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേണ്ട. ഡിസിപ്ലിൻ എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഡിസിപ്ലിൻ ട്രേഡറാക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം. ബാക്കിയൊക്കെ മൈൻഡ് സെറ്റിൻ്റെ രീതികളാണ്. അപ്പോൾ നിങ്ങൾ കൂടെ എഫർട്ട് ഇട്ടെടുക്കുന്ന ഒരു കിട്ടുന്ന പ്രോഫിറ്റ് നിലനിൽക്കത്തുള്ളൂ. കൈ നനയാതെ മീൻ പിടിക്കാം. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കാശുണ്ടെങ്കിലും കോളും ടിപ്പും ഒക്കെ എടുത്തിട്ട് ലോസ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഞാനത് ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പം മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം, എന്നെ ഒന്ന് ഫോളോ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. മെസ്സേജസ് അയച്ചിട്ടും കാര്യമില്ല. ഞാൻ നേരിട്ട് ഇപ്പോൾ ദുബായിലുള്ളവരാണെങ്കിൽ ബോട്ടിമിൽ വിളിക്കാം, IMOയിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ വിളിക്കാം, ടെലഗ്രാമിൽ വിളിക്കാം, നമ്പറിലും വിളിക്കാം. അല്ലാതെ ഒന്ന് പരിചയപ്പെട്ട് അവരുടെ ബാക്ക് ഹിസ്റ്ററിയൊക്കെ എന്താണെന്നൊക്കെ നോക്കിയിട്ട് വേണം അതനുസരിച്ചിട്ട് അവർക്കുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാനായിട്ട്. പക്ഷെ അത്ര വലിയ എക്സ്പെർട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും 1.5 വർഷം ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നേരിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് മുമ്പോട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ച എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ. സമയം ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല. സമയം 8:54 ആയിട്ടുള്ളൂ. ഇന്ന് മാർക്കറ്റിൽ എന്താണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഷോർട്ട് സെല്ലിംഗ് ആണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. നമുക്ക് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രം അത് 9:07 ലൈവിൽ പാർട്ടിസിപ്പൻസ് കൂടെ വന്നതിന് ശേഷം നമുക്ക് ബാക്കി അനലൈസ് ചെയ്യാം. ഇന്ന് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയം 8:56 ആയിട്ടുള്ളൂ. 9 മണി പ്രീ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇനി 4 മിനിറ്റ് 3 മിനിറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് അപ്പിലേക്കാണ്. കാരണം ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അതിൻ്റേതായ വഴിക്ക് പൊക്കോട്ടെ. ന്യൂസും അദാനി വിഷയമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് അനലൈസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് മാർക്കറ്റ് എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് മൂവ് ചെയ്യുന്നൊരു ഏരിയ. അപ്പോൾ 1, 2, 3, 4 ദിവസമായിട്ടുണ്ട്. 5 ദിവസം കൊണ്ടൊക്കെ ശരിക്കും 24,555 മാർക്കറ്റ് എത്തേണ്ടത്. ഒരുവിധ ആൾക്കാരൊക്കെ ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എങ്കിലും നമ്മൾ മാർക്കറ്റിലേക്ക് അപ്പാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഒരു വഴി. നേരെ മറിച്ച് 24,420 ബ്രേക്ക് ചെയ്താൽ നമുക്ക് 24,555 24,360 ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് താഴത്തോട്ട് ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ
24,360 ബ്രേക്ക് ചെയ്ത്, അതായത് 30 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. 24,360 ബ്രേക്ക് ചെയ്താൽ 24,285 കിട്ടും. ഈ ഒരു 24,200 ബ്രേക്ക് ചെയ്താൽ 24,555 കിട്ടുമായിരിക്കും നമ്മുടെ മൂവ്മെൻറ്റ്. ഇപ്പോൾ 2 റെഡ്, ഒരു ഗ്രീൻ, പിന്നെ ഒരു റെഡ്, പിന്നെ ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം ഏകദേശം മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 42 പോയിൻ്റ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഒരു 50-70 പോയിൻറ്റിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ എഗെയിൻ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ആയിരിക്കും മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പം അതിൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജ് വരുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം ലെവലിലുള്ള സ്ട്രൈക്ക് എടുക്കാം. അതായത് 24,360 24,360 അത് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ നോക്കണം ഏത് സ്ട്രൈക്കാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ 24,500ൻ്റെ സ്ട്രൈക്ക് 98 ആയിട്ടുണ്ട്. 24,500 പിയിൽ 24,500ൻ്റെ പി ആണ് ഇന്നത്തേക്ക് ലെവലിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്നു. 24,500. അപ്പോൾ സിയിൽ ഈ 24,400 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 24,434 24,500 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ 24,450 വരെയുള്ള മൂവ്മെൻറ്റാണ് നമ്മൾ താൽക്കാലികമായിട്ട് അപ്പർ സൈഡിലേക്കാണെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. നേരെ മറിച്ച് താഴത്തോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടക്ക് ഒരിത്തിരി 24,300 ഭാഗത്തേക്കൊരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. എന്നത്തെയാ മൺഡേ 5 ഓഗസ്റ്റ് 5-ാം തീയതി ഒരു തിങ്കളാഴ്ച. ഓഗസ്റ്റ് 5 ഒരു തിങ്കളാഴ്ച ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു മൺഡേ തിങ്കളാഴ്ച. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തൊരു വൈറ്റ് ഡോട്ട്, അതിൻ്റെ ഇപ്പുറത്തൊരു വയലറ്റ് ലൈൻ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ടിപ്പൊക്കെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഡോട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ടിപ്പ്, ഇവിടുത്തെ ഒരു ഗ്രീൻ ക്യാൻഡിലുണ്ട്, അതിൻ്റെ ടിപ്പൊക്കെ വെച്ചിട്ട് 24,296 ഒരു ഡൗൺ. അപ്പോൾ നമ്മൾ തൽക്കാലം അത് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 24,300 സിയിൽ ഏതായിരിക്കും അപ്പോൾ നല്ലത്? 24,300ൻ്റെ സി ആണ് താൽക്കാലികമായിട്ട് നല്ല മൂവ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ 24,300ഉം 24,500ഉം. അപ്പോൾ 24,300 സി, 24,300 സി, 24,500 പി, അങ്ങനെയാണ് നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. തുമ്മ നമ്മുടെ കയ്യിലുള്ള പൈസക്കുള്ള സ്ട്രൈക്ക് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതെത്രയിലാണ് നിൽക്കുന്നത്? 189 മാർക്കറ്റ് നിൽക്കുന്നത്. അത് അപ്പർ ലെവലിലേക്ക് സി പോയി കഴിഞ്ഞാൽ എവിടെ നിന്ന് ബ്രേക്ക് ആവണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാർക്കറ്റ് മൈനസ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ 175 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. ആ 175 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ മാർക്കറ്റ് 187ലേക്കോ 205ലേക്കോ 207ലേക്കോ 241ലേക്കോ 263ലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യും. നേരെ മറിച്ച് 157 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് 120 ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടായിരിക്കും മാർക്കറ്റ് വരുന്നത്. അപ്പോൾ പിയുടെ കേസിലാണെങ്കിൽ പി 240 മുകളിലേക്കാണ് ഇപ്പോൾ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി. അപ്പോൾ RSIയിൽ ഒരു ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 240 ഫസ്റ്റ് ട്രിഗർ പ്രൈസാണ്. സെക്കൻഡ് ട്രിഗർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 267 ബ്ലൂ ലൈൻ. നമ്മുടെ കളറ് മാറ്റണ്ടേ? തേർഡ് എന്ന് പറയാനാൽ ഇവിടുത്തെ ടിപ്പും അല്ലെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ടിപ്പും ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ 240, 267, 282 അവിടുത്തെ സ്ട്രഗിളിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പല സ്റ്റെപ്പാട്ടോ. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു ലോ വെച്ചിട്ട് 300, പിന്നെ ഉള്ളത് 330, പിന്നെ ഉള്ളത് 367. ഈ ലെവലിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക്
കാൽക്കുലേറ്റ് ചെയ്യുക. നിലവിൽ മാർക്കറ്റ് പി സൈഡിലാണ് നിലവിൽ നിൽക്കുന്നത് പി സൈഡിലാണ്. ആ RSI പിയിൽ ക്രോസ് ഓവർ ആവാതെ നമുക്ക് സിയിലേക്ക് കാര്യമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് രാവിലെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ മാക്സിമം ഒരു സപ്പോർട്ട് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയുടെ മാക്സിമം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 179 സെക്കൻഡ് സപ്പോർട്ട്. ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 195 വിത്ത് വിക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 189 195 ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് പി സൈഡിലേക്കാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് എടുക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന സി സൈഡ് ആണെങ്കിലും നമ്മുടെ പ്രതീക്ഷ അതിൽ പ്ലാൻ എ ആണ്. ആ പ്ലാൻ എ ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിയിലേക്ക് ട്രാൻസ്ഫർ ആവുക എന്നുള്ളതാണ്. നിലവിൽ RSI നിൽക്കുന്നത് താൽക്കാലികമായിട്ട് പി സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. അതിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് മാറ്റിയാലും 15 മിനിറ്റ്സിൽ ഡൗൺ സൈഡാണ്, 30 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ വന്ന് നിൽക്കുകയാണ്, 5 മിനിറ്റിലും ഡൗൺ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ഇപ്പം തന്നെ 11 മിനിറ്റ് ആയിട്ടുണ്ട്. സിയിൽ 155 കൺസോൾട്ടേഷനാണ്. 155 ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് ഗ്യാപ്പ് ഫില്ലിങ്ങിന് 120 വരെയൊക്കെ വരാം. മുകളിലോട്ടാണെങ്കിൽ 55 നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്താൽ 170 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 195 210 അങ്ങനെ അങ്ങ് പോകും. $240 ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 267 268 ആയിട്ടുണ്ട്. 268 മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 282 ആണ്. അതാണ് സ്റ്റെപ്പായിട്ട് നമ്മൾ മൂവ്മെൻറ്റ് പറഞ്ഞതിൻ്റെ റീസൺ. അപ്പോൾ അവിടെ നമ്മൾ കയറ്റി വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അത് എൻട്രി എടുക്കാനായിട്ട് അത്ര കണ്ട് പ്ലാൻ ചെയ്താൽ മാത്രമാണ് അവിടെ എൻട്രി പോസിബിലിറ്റി ഉള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 240 താഴെയാണ്. ആ 240 ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ്. ഒരു എക്സിക്യൂട്ടീവേഷൻ ഫാസ്റ്റ് ആണെങ്കിൽ മേ ബി നല്ല രീതിയിൽ അത് മൂവ്മെൻ്റ് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എത്ര വരെ പോയിട്ടുണ്ട്? 40 മുതൽ 67 വരെ 27 പോയിൻ്റാണ് അതിൽ. ചിലവർക്ക് അത് എടുക്കാൻ പറ്റില്ല. മാർക്കറ്റ് ഓർഡറൊക്കെ എക്സിക്യൂട്ടീവായിട്ട് വരുമ്പോഴത്തേക്കും പ്രശ്നങ്ങളാണ്. അത് ഇൻ കേസ് അത് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. നമ്മളെന്തായാലും രാവിലെ തന്നെ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തത് പി തന്നെയാണ്. പിയിൽ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഹിറ്റ് ചെയ്യാനായിട്ട് 285 കിടപ്പുണ്ട്. RSI ഒരു ഹൈവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 240 താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ മാത്രമാണ് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. 240 താഴത്തോട്ട് വന്നാൽ അത് 217 പി ഫാൾ ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് CE ഒരു 170 155 ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ SMA ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. താഴത്ത് 217 ടച്ച് ചെയ്യാനൊക്കെ നിൽപ്പുണ്ട്. അതിനു മുമ്പ് ഒരു ഒറ്റടി 285 അടിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇത് കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ ഒറ്റടിക്കൊന്നും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ട് ശേഷം മാത്രമാണ് മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റിലേക്ക് പോകുള്ളൂ. കുറച്ച് കൂടുതൽ നേരം ഇവിടെ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 170 മേളിലോട്ട് പോകാതെ നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. RSIയിൽ ചെറിയൊരു മടക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. നമ്മളൊന്ന് അലർട്ടായിട്ടിരിക്കാനായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കേണ്ടതേ ഉള്ളൂ. 170 ബ്രേക്ക് ചെയ്താൽ 180 88 195 210. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ സിയിലേക്ക് താൽക്കാലികം കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ആദ്യത്തെ ടാർഗറ്റ് എടുക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് നിന്നാൽ ഈസി ആയിട്ടൊക്കെ കുറച്ച് പോയിൻ്റൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ആലോചിച്ച് നിന്നാൽ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ മാർക്കറ്റ് പിയിലേക്കാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് 267 ആണ്. പിന്നെ അത് സ്കിപ്പ് ചെയ്താലാണ് അടുത്തത് 273 നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും
282 വരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും 285 ഓൾമോസ്റ്റ് ഒരു വിക്ക് നിപ്പുണ്ട്. നമ്മൾ വരച്ച് വെച്ച ലൈനും കമ്പനി വരച്ചേക്കണതൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെയാണ്. മാർക്കറ്റ് ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആക്സലറേഷൻ കൊടുക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് നിൽക്കുക. ചിലപ്പോൾ ഒറ്റയടിക്കൊരു സഡൻ ഫാൾ വന്നിട്ടായിരിക്കും വെരി നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ എൻട്രിയൊക്കെ ഉണ്ടെങ്കിലും മാസീവായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാൽ വളരെ ഗുണമായിരിക്കും. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് 240 സ്റ്റോപ്പ് ലോസ് ഒന്നും പറഞ്ഞ പോലെ കൺസോൾട്ടേഷൻ സോണാണ്. ഇപ്പം വെരി നെക്സ്റ്റ് ക്യാൻഡിൽ 140 നിന്ന് തിരിച്ച് മുകളിലോട്ട് പോവാം. അതിൻ്റെ ക്യാൻഡിൽ നേരെ തിരിച്ച് റെഡ് ആവാം. ഈ ഭാഗത്ത് നമുക്ക് സാധാരണ ഇടുന്ന പോലെ ഒരു ടിപ്പായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടൽ നടക്കുകയില്ല. കൺസോൾട്ടേഷൻ സോണാണ് ഇവിടെ മാക്സിമം നടക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. 140 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 120 105 മാർക്കറ്റ് ഫാളാവും. 170 മുകളിലോട്ട് വന്നാൽ മാത്രമാണ് സിക്കൊരു കൺഫർമേഷൻ ആയിട്ടുള്ള എൻട്രി ഉള്ളൂ. അതുവരെ മാർക്കറ്റിൽ ഇത് RSI ഇപ്പോൾ റെഡിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഇതിൽ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റാണ് 267. അതും സസ്റ്റെയിൻ ചെയ്ത് ഇപ്പോൾ ആദ്യത്തെ റെസ്പെക്റ്റ് ഇവിടെ കൊടുത്തതാണ് ഈ കണ്ടത്. ഇനി അത് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ 285 മാർക്കറ്റ് പോകുന്നത്. പിന്നെ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് സിയിലുള്ളത് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഓപ്പൺ 164 164 ബ്രേക്ക് ചെയ്താൽ 169 ഒരു മൂവ്മെൻറ്റ് കിട്ടും. കാരണം ഇതിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 164 65 മുതൽ 170 വരെ ഈസി ആയിട്ടൊരു 5 പോയിൻ്റ് കിട്ടും അത് ബ്രേക്ക് ചെയ്താൽ. സിയിൽ 165 ബ്രേക്ക് ചെയ്താൽ 170 189 ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇത് 9:22 ഇത് 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യണതിൽ നമ്മൾ നോക്കിയത്. നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ആയിട്ട് അതിനെപ്പറ്റി ആലോചിക്കാം. നൂറ്റി 65 ബ്രേക്ക് ചെയ്താൽ 185. 169 170 നമ്മൾ 65 മുതൽ 70 വരെയാണ് പറഞ്ഞത്. RSI സിക്ക് അനുകൂലമായിട്ട് ഡൈവർജൻസ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ഡോട്ടിലാണ് ഇടിച്ച് നിൽക്കുന്നത്. അതും കൂടെ ബ്രേക്ക് ചെയ്ത SMA ഗ്യാപ്പ് ഫില്ലിങ് 171 ആയിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ഡോട്ട് ഒരു പക്ക സപ്പോർട്ടായിട്ടുള്ളൊരു സോണാണ്. അപ്പോൾ 170 72 വരെ കിട്ടിയിട്ടുണ്ട്. 5 ഇപ്പോൾ 165 മുതൽ 173 വരെ. അതങ്ങ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 184 വരെ മാർക്കറ്റ് മൂവ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കേസ് മാക്സിമം ട്രെയിൽ ചെയ്ത് അങ്ങ് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ പോസിബിലിറ്റി ഇല്ല. കാരണം ഇവിടെ വൈറ്റ് ഡോട്ടിൽ പക്കാ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആ 225 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 216 വിത്ത് ഗ്യാപ്പ് ഫില്ലിങ്ങിനോ മാർക്കറ്റ് പോരത്തുള്ളൂ. ഇതൊരു പക്കാ സപ്പോർട്ടായിട്ടുള്ളൊരു സോണാണ്. കാരണം 285 ഹിറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഓൾറെഡി മുകളിൽ നിൽപ്പുണ്ട്. നമ്മൾ പറഞ്ഞത് 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ ഒരു റെഡ് ഒരു ഗ്രീൻ ഒരു റെഡ് ഒരു ഗ്രീൻ അങ്ങനെയാണ് ഞാനൊന്ന് പറഞ്ഞേക്കണേ. അതായത് 24,295 കൺസോൾട്ടേഷൻ ബോക്സിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ ബോക്സിൻ്റെ പുറത്തേക്ക് പോവാതെ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവില്ല. സി സൈഡ് ആണെങ്കിൽ 24,340
24,362 ഭാഗത്തേക്കും, പി സൈഡിലാണെങ്കിൽ 24,268 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,240 മാർക്കറ്റിന് മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ ഈ ഒരു എസ് എം എ മുട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്നിട്ട് താളം തല്ലി മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരിക്കൽ കൂടെ 165 ബ്രേക്ക് ചെയ്താൽ നമുക്ക് 181 കോൺസെൻട്രേഷൻ ചെയ്യാം. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 145 താഴത്തോട്ട് വന്നാൽ മാത്രമേ സി ഡൗൺ ആവത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പിയിൽ 255 ടച്ച് ചെയ്യാനായിട്ട് റെഡ് ലൈൻ നിൽപ്പുണ്ട്. ആ ഒരൊറ്റ കേസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ സിയിൽ പിന്നെയും ഒരു റീകർവ് വരുന്നത്. പിന്നെ 282-85 ഓൾറെഡി രാവിലെ നമ്മൾ ട്രിഗർ ആക്കാനായിട്ട് ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലെവലിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്യാൻ 175 ഇട്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വയലറ്റ് ലൈൻ്റെ ടോപ്പ് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഡൗൺ ലൈൻ ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ ഏകദേശം ഡൗൺ ലൈൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്, അപ്പർ ലൈൻ ക്ലിയർ ചെയ്തിട്ടില്ല. ഇപ്പം അറിയാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. 255 ബ്രേക്ക് ചെയ്താൽ 267 282 വീണ്ടും പോവും. അതർവൈസ് മാർക്കറ്റ് ഇനി 165 ബ്രേക്ക് ചെയ്താൽ 179 പോകും. പക്ക കൺസോൾട്ടേഷനാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തിങ്കൾ ചൊവ്വ ബുധൻ പക്ക കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം. എന്തായാലും ഒരു മൂവ്മെൻറ്റ് മാസീവായിട്ട് നമുക്ക് എന്തായാലും ഉണ്ട്, ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് എന്തായാലും ഉണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത്. 145 താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് പിന്നെ ടിപ്പടിക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 136 136 128. അപ്പം 145 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പി ഇ 255 ബ്രേക്ക് ചെയ്തിട്ട് 267 285 ഒരു ലൈൻ രാവിലെ വന്നിട്ട് നമുക്കൊരു സൂചന തന്ന് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ 267 പോയിന്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പം എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് പറയൽ ബുദ്ധിമുട്ടാണ്. 255.92 അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സി സൈഡിൽ നോക്കിയേ 245 ബ്രേക്ക് ചെയ്തിട്ടാണ് ഒരു വിക്ക് വന്നത്. പി സൈഡിൽ 256.1 ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയാണ് നമ്മളത് ഇത് ഡോജി ക്യാൻഡിലായാൽ നെക്സ്റ്റ് ടൈം ബ്രേക്ക് ചെയ്തിട്ട് പി മൂവ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ എസ് എം ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒരു ഇത്തിരി ഓപ്പോസിറ്റ് വലിവ് എന്തായാലും മാർക്കറ്റിലുണ്ടാവും. 145 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. സിയിൽ 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടാം. പിയിലും എത്ര പോയിന്റാണ്? ഈ എസ് എം ഇവിടെ നിൽക്കുന്ന കാരണമാണ് 255 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും പിയിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യണ്ട. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് 143 ആണ്, 5 പോയിന്റ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ്. അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 255 265 10 പോയിന്റ് പിയിൽ കിട്ടും. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഇത് ഡോജി ക്യാൻഡിലാണ്, അതൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ സൂചനയാണ്. പിയിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 267 മറ്റേതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ടും. സിയുടെ 242 ഇത് ഹെഡ്ജിങ് മോഡാണ്. ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഹെഡ്ജിങ് മോഡ് ചെയ്യാം. ഒരു 7 പോയിന്റോ 8 പോയിന്റോ ഒക്കെ ഇട്ടിട്ട് ഒരു രണ്ടിലും ഒരു 5-8 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടാം. എന്നിട്ട് രണ്ടിലും ഒരു 10-15 പോയിന്റ് കിട്ടുമ്പോൾ 7 പോയിന്റ് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് പറ്റും. അത് ഒരു മെത്തേഡ്. രണ്ടാമത്തെ കേസ് സിംഗിളായിട്ട് ചെയ്യുകയാണെങ്കിൽ 145 നമുക്ക് സിയിൽ എൻട്രി എടുക്കാം, ടാർഗറ്റ് 176 വെക്കാം. നേരെ മറിച്ച് അത് താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ട് പോവുകയാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ട് പിയിൽ 255 നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ 254 to 267 വരെ നമുക്ക് പ്രോഫിറ്റായിട്ട് എടുക്കാം. അത് രണ്ടാമത്തെ മെത്തേഡ്.
കാരണം ഇവിടെ 176 SMA ഓൾറെഡി നിൽപ്പുണ്ട്. RSI ഒരു ക്രോസ് ഓവർ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഒരു ഡോജി ക്യാൻഡിൽ, ഒരു പിൻ ബാർ, അത് ഡബിൾ ക്യാൻഡിൽ. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് എടുക്കാനുള്ള 134 മാത്രമേ ഉള്ളൂ സിയിൽ. ആ 134ലേക്ക് ഫാൾ ആവുകയാണെങ്കിൽ നമുക്കത് പിയിൽ ആ ലോസ് റിക്കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സീനെ സംബന്ധിച്ച് റിസ്കി എൻട്രി പ്ലേസ് ആണെന്ന് മാത്രമേ ഉള്ളൂ സീനെ സംബന്ധിച്ച്. പിന്നെ ഇപ്പുറത്ത് എന്താണ് സിയിൽ ഇപ്പോൾ എടുക്കാനുള്ള കോൺഫിഡൻറ്റ് ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ട് സോണാണ്, വൈറ്റ് ഡോട്ടാണ്, പിന്നെ ഒരു വൈറ്റ് ലൈൻ വന്നിട്ടുണ്ട്, ഒരു ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. അതുകൊണ്ടാണ് അവിടെ നമുക്കൊരു 5 പോയിൻറ്റോ 7 പോയിൻറ്റോ ബഫർ സോൺ ഇട്ടിട്ട് നമുക്കവിടെ ഒരു എൻട്രി പോസിബിലിറ്റി ഉള്ളതാണ്. അതിൻ്റെ ടാർഗറ്റ് ഇപ്പോൾ ഒരു വൈറ്റ് ഡോട്ടിൽ ഇടിച്ചാണ് നിൽക്കുന്നത്. ആ വൈറ്റ് ഡോട്ടും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 165 174 മാർക്കറ്റ് ഓപ്പൺ ആവണം, പോയി ഹിറ്റ് ചെയ്യണത്. അപ്പോൾ നേരെ മറിച്ച് അവിടെ ഒരു 5-7 പോയിൻറ്റ് നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലോ 135 ഡംപ് ആവുമ്പോൾ ആ പോയിൻ്റ് നമുക്ക് ഇപ്പുറത്ത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഒന്നും വരുന്ന പ്രശ്നങ്ങളില്ല. RSI സിയിലേക്ക് ഡൈവർജൻസ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ മേജറായിട്ട് പറയുന്ന 255 ആണ് മേജറായിട്ട് പി ബ്രേക്ക് ചെയ്യേണ്ട ഒരു ഏരിയ. നല്ല സ്ട്രഗിളാണ്. സിംഗിൾ ക്യാൻഡിൽ തന്നെ ഇപ്പോൾ ഒരു 10-15 പോയിൻ്റൊക്കെ വരും വളരെ ഫാസ്റ്റായിട്ട്. ഈ SMA ഇവിടെ 226 ഇവിടെ ഒരു വൈറ്റ് ഡോട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഒരൊറ്റ വിക്ക് താഴത്തേക്ക് ഇപ്പോൾ അടിക്കും. പിയിൽ മിക്കവാറും ഒരു 226 ഭാഗത്തേക്ക് ഒരൊറ്റ വിക്ക് അടിച്ചിട്ട് അതേപോലെ തന്നെ നിൽക്കുവാണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് ഗ്യാപ്പ് ഫില്ലിങ്ങിനായിട്ട് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പി വരുന്നത്. 230 അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഒരു മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് വരും കേട്ടോ. 140 സി എക്സ്പാൻഷൻ ആയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. 240 ഏതാ ഇപ്പോൾ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എന്തായാലും വരും മാർക്കറ്റിൽ. 230 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റടിക്കായിരിക്കും പി താഴത്തേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സിയിലൊക്കെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എങ്ങോട്ട് വേണമെങ്കിലും ഒരു 10-20 പോയിൻ്റ് ഇപ്പോൾ മൂവ് ചെയ്യാം. മെജോറിറ്റി നിൽക്കുന്നത് സി സൈഡിലേക്ക് 50 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് സിയിലേക്ക് കൺഫേം ആയിട്ടുള്ളൊരു മൂവാണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 167 ആണ് ടാർഗറ്റ് സിയിലാണ്. RSI സിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 229 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പി ഒറ്റ ഡംപ് എങ്ങോട്ട് വരും, 208 വരും. 50 ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എന്തൊക്കെയോ ആ ന്യൂസിൻ്റെ കേസും ഇതൊക്കെ ആയിട്ട് ആൾക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുകയാണ്. നമുക്ക് നമ്മുടെ പോയിൻ്റ് എടുത്തിട്ട് കൃത്യമായിട്ട് മാറാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്തായി, പിയിൽ 229 ടച്ച് ചെയ്തിട്ടുണ്ട്. 229 ടച്ച് ചെയ്തിട്ടുണ്ട്, അതൊരു റിവേഴ്സ് സൈനാണ്. അപ്പോൾ സിയിൽ ഒന്നും കൂടെ കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 140 ഒരു ലെവലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒരു ഡംപ് വരാനുള്ള ചാൻസ് ഉണ്ട് സിയിൽ. ഇനിയും സി സൈഡ് നമുക്ക് 140 ആണ് നിലവിലുള്ള ആ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതാകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡേ ആണെന്ന്. എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു കാര്യം. പിന്നെ അല്ലാത്ത സമയം രണ്ടും എടുത്തിട്ട് ഹെഡ്ജ് ചെയ്ത് അങ്ങ് ഇട്ടേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
എങ്ങോട്ട് പോകും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് സത്യം പറഞ്ഞാൽ ഞാനും ആകെ പെട്ടിരിക്കുകയാണ്. കാരണം ഈ 50 ലൈനിലാണ് RSI നിൽക്കുന്നത്. അത് കാരണം ഇങ്ങനെ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുകയാണ്. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം ഇവിടെ SMA ഒരു സപ്പോർട്ട് PE എടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു ആശ്വാസമായിട്ടുള്ള കേസ്. 242 എൻട്രി എടുത്താൽ 230, 12 പോയിന്റ് ഇവിടെ സ്റ്റോപ്പ് ലോസ്. 147 എടുത്തു കഴിഞ്ഞാൽ 135 പോയിന്റ് ഇവിടെ സ്റ്റോപ്പ് ലോസ്. ഏതെങ്കിലും ഒരു 20 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. പിയിലേക്ക് RSI ഡൈവർജൻസ് ആവുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ. ഇവിടെ 140 അഡ്വാൻസ് ആയിട്ട് ഇട്ട് വെച്ചിട്ടുമുണ്ട്. 140ക്ക് താഴത്തോട്ട് വന്നാൽ മാത്രം നോക്കിയാൽ മതി. രണ്ടും ഒരു 12 പോയിന്റ് എടുത്തിട്ട് വെക്കുക, രണ്ടിലും സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുക. ഏതെങ്കിലും ഒരെണ്ണം 20 പോയിന്റ് അടിച്ചാൽ 8 പോയിന്റ് ലോക്ക് ചെയ്യുക എന്നുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. $242, 30 സ്റ്റോപ്പ് ലോസ്. അപ്പുറത്ത് 147, ഒരു 138, 36 സ്റ്റോപ്പ് ലോസ്. രണ്ടും 12 പോയിന്റ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ 147, 1057, 1067, 20 പോയിന്റ് ഇവിടെ 242, 10, 52, 67, 82, 280. ഇത് ടാർഗറ്റ്. അതാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇവിടെ ഓൾറെഡി SMA ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സിയിൽ SMA ടച്ച് ചെയ്യാനുണ്ട്. ഇത് രണ്ടും കൂടെ കണക്റ്റായി വന്നതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിലൊരു ഓപ്പർച്യൂണിറ്റി എന്തായാലും ഉള്ളൂ. അതുവരെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. അല്ല, അതിനാണ് ഞാനീ പറഞ്ഞ പോലെ രണ്ടും 12 പോയിന്റ് ഇട്ട് വെച്ചാലും വിഷയങ്ങളില്ല. ഒരെണ്ണം 12 പോയിന്റ് പോയിട്ടുണ്ടെങ്കിൽ അടുത്തതിൽ 12 പോയിന്റ് പിടിച്ചിട്ട് ടാലി എങ്കിലും ആക്കാം. എന്തായാലും ഇന്നൊരു 60 പോയിന്റ് പിടിച്ചിട്ടേ നമ്മൾ പരിപാടി നിർത്തുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് തന്നെ നിൽക്കും. ഈ ഒരു യെല്ലോ ലൈനും കൂടെ താഴത്ത് വരണം. പിയുടെ സ്റ്റോപ്പ് ലോസ് 230ക്ക് താഴെ, 140ക്ക് താഴെയാണ്. 135 ഒക്കെ സിയിലും നമുക്ക് ഇട്ട് വെക്കാം, ഹോൾഡ് ചെയ്യാം. എന്തായാലും ഈ യെല്ലോ ലൈൻ എന്തായാലും മുട്ടണം. അത് മുട്ടണ വരെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിൽക്കും. അപ്പോൾ ഉദ്ദേശം രണ്ടിലും 10, 12 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടുക. ഒരു 21 പോയിന്റ് ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം എക്സിറ്റ് ആവുക എന്നുള്ളതാണ്. പക്ക കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. $135. കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതൊരു ബോർഡർ ലൈനാണ്. ഒറ്റ വിക്ക് താഴത്തേക്ക് സി അടിക്കും. അപ്പോൾ ഇത് 252, 255 ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇത് ഡൗൺ ആവത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇതൊരു ഫേക്ക് ഡൗൺ ആയിട്ട് ഇങ്ങനെ നിലനിൽക്കും. 255 ബ്രേക്ക് ചെയ്താൽ വീണ്ടും 267, 282, 285. ഇത് 255 ട്രിഗർ ആയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 267, 285 മാർക്കറ്റ് മൂവ് ചെയ്യണം. 282 വരെ, 262.
262, 265, 264, 267. ഇവിടെ വയലറ്റ് ലൈൻ്റെ ബോട്ടം ലെവലിൽ ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മാക്സിമം നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. ഇരുന്നൂറ്റി അറുപത്തി ആറ് പോട്ടെ, കുറച്ചും കൂടെ പോട്ടെ. ഇതൊരു ഇൻ ബിറ്റ്വീൻ സ്പേസാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പം മാക്സിമം കയറ്റി വെച്ചാലും നമുക്ക് പ്രശ്നങ്ങളില്ല. അത് സ്കിപ്പ് ചെയ്തിട്ട് 285 നമ്മുടെ ഫൈനലായിട്ടുള്ള ടാർഗറ്റ്. അതിൽ ആദ്യത്തെ ടാർഗറ്റ് ഏരിയ എന്ന് വെച്ചാൽ 273 ആണ്, ഒരു വിക്ക് വന്ന് അടിക്കാനുള്ള ഒരു ഏരിയ. അപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. $269 പോരല്ലോ. $268. അപ്പം നമ്മുടെ അതവിടെ നിൽക്കട്ടെ. കണക്കും പ്രകാരം എങ്ങനെയായിരുന്നു പരിപാടി? 242 എത്ര വരെ പോയിട്ടുണ്ട്? 269 വരെ. നമ്മൾ പ്രതീക്ഷിച്ച് 271. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ, സിയിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ മാത്രമേ സീനെ പറ്റി ആലോചിക്കേണ്ടതുള്ളൂ. നമ്മൾ 271 ഏകദേശം പ്രതീക്ഷിച്ചത്. പക്ഷേ 269 വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. മാക്സിമം ട്രെയിൽ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ 12-8 പോയിൻ്റൊക്കെ എടുക്കാനാണെങ്കിലും മാർക്കറ്റ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ ലോവർ വിക്കിലാണ്. 15 മിനിറ്റ്സിൽ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടൊക്കെ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24242. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വിക്ക് ഉണ്ട്, ഒരു വൈറ്റ് ഡോട്ട് ഇവിടെ ഉണ്ട്. ആ ഡോട്ടിലാണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയത്. പിന്നെ കയറ്റി ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായാൽ മാത്രമാണ്, അതായത് സിയിൽ 135 ബ്രേക്ക് ചെയ്താൽ മാത്രമേ സീനെ പറ്റി ഞാൻ ആലോചിക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 273 നമ്മൾ പ്രതീക്ഷിച്ചത്. പിന്നെ 285 ഓൾറെഡി രാവിലെ കാണിച്ചിട്ടുമുണ്ട്. അപ്പം അത് വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ 24,242 ടച്ചിങ് പോയിൻ്റ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാനെ ഭാഗ്യമുണ്ടെങ്കിൽ മാർക്കറ്റ് 24,238 24,166 മാർക്കറ്റ് ഫാളാവും. വീണ്ടും 271 വരെ 271 നമ്മുടെ ടാർഗറ്റ് 271 ആയിരുന്നു. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത ഡൗണിലേക്കും ഹൈ ബ്രേക്ക് ചെയ്ത 282 ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം, 285. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. $271 നമ്മൾ പറഞ്ഞൊരു ടാർഗറ്റ്. 271.50 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അതൊന്നും കൂടെ 272 ഒക്കെ ബ്രേക്ക് ചെയ്താൽ 285 മാർക്കറ്റ് പോകുന്നത്. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ, ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. ആ 285 രാവിലെ മാർക്ക് ചെയ്ത് വെച്ചേച്ച് അവിടെ ഇങ്ങ് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ പരിപാടിയും തീർത്ത് 39 മിനിറ്റ് 40 മിനിറ്റിൽ പരിപാടിയും തീർത്ത് നമുക്ക് പോകാമായിരുന്നു. സാധാരണ 10 മണിക്കാണ് ഈ SMA ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ പേടിക്കണം. അതായത് SMA സിയിൽ 149 നിൽക്കുന്നവരെ നമ്മൾ പേടിക്കണം. എപ്പോഴാണ് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 147 അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് വേണം. അതായത് സിയിൽ പ്രീവിയസ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഡോജി ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ട്രെയിൽ ചെയ്തിട്ട് ലോക്ക് ചെയ്താലും പ്രശ്നങ്ങളില്ല. പിയിൽ
നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് ബ്രേക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. 270 ഒക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റാണ്. ഓക്കെ, 278, 283, 286. അപ്പോൾ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ നമ്മൾ താഴത്തോട്ട് വരുമെന്ന് പറഞ്ഞു. നമ്മുടെ ടാർഗറ്റ് 285 ഈസി ആയിട്ട് കിട്ടിച്ചിട്ടുണ്ട്. കുറച്ച് രാവിലെ ഇത്തിരി കഷ്ടപ്പെട്ടെങ്കിലും ഏകദേശം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തതുകൊണ്ട് മാർക്കറ്റ് ഇതേ നമ്മൾ പറഞ്ഞ ഈ ഒരു ഗ്യാപ്പ്, അതായത് ഈ ഒരു ഗ്രീൻ ബ്രേക്ക് ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ 24238 മാർക്കറ്റ് ഹോൾഡ് ചെയ്ത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സിയിലേക്ക് പ്രതീക്ഷിച്ചു കിട്ടിയില്ല, നമ്മൾ പിയിലേക്ക് എടുത്തു, ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് എക്സ്റ്റൻഷൻ ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 24230 അല്ലെങ്കിൽ 24167 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. 30 മിനിറ്റിൽ RSI ഡൗൺ സൈഡിലേക്ക് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റിൽ എവിടെയാണ് ഇനിയുള്ള ഒരു സപ്പോർട്ട് സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ സോണ് 24,193 അപ്പോൾ ഈ RSI ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. വീഡിയോ ഞാൻ പോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാൽക്കുലേഷൻ നമുക്കൊന്ന് എടുക്കാം. എത്ര പോയിൻ്റ്? 12 പോയിൻ്റ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ്. 245 എൻട്രി, 245 എൻട്രി. നമ്മൾ 285 ട്രിഗർ പ്രൈസ് ഫൈനലി പറഞ്ഞത്. അത് 285 തന്നെ കൂട്ടിയാൽ മതി. -285, 285 40 പോയിൻ്റ് -12 പോയിൻ്റ് 52 പോയിൻ്റ്. വേണ്ട, അതിൽ നിന്നൊരു 10-20 പോയിൻ്റ് വീണ്ടും സ്റ്റോപ്പ് ലോസ് കളഞ്ഞു. അല്ല, തെറ്റിപ്പോയല്ലോ. 245 -285 40 പോയിൻ്റാണ്. 40 പോയിൻ്റിൽ -12 പോയിൻ്റ് അപ്പുറത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും 28 പോയിൻ്റ് ഉണ്ട്. വേറെ അൽക്കുലത്തായിട്ടൊരു 7 പോയിൻ്റും കൂടെ സ്റ്റോപ്പ് ലോസ് കളഞ്ഞാലും ബാക്കി 21 പോയിൻ്റ് ഈസി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ. അപ്പോൾ നമ്മൾ സാധാരണ ഹെഡ്ജിങ്ങിൻ്റെ പൊസിഷൻ പറയാത്തതാണ്. ആ ഹെഡ്ജിങ്ങിൻ്റെ പൊസിഷനാണ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്ത് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത്. RSI 30 മിനിറ്റിൽ ഓൾറെഡി കിടപ്പുണ്ട്, 300 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ഇവിടുത്തെ ബ്ലൂ ലൈനൊക്കെ മാറ്റിയിട്ടേക്കാം. അപ്പോൾ 21 പോയിന്റിൽ RSI പിയിൽ ലോക്ക് ചെയ്തിടുക, വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യുക. അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 300 ആണ്. 300 ബ്രേക്ക് ചെയ്താൽ 340 ആണ്. 340 ബ്രേക്ക് ചെയ്താൽ 390 ആണ്. എന്തായാലും 300 വരെ എന്തായാലും കിടപ്പുണ്ട്. അപ്പോൾ അത് വലിയ 30 മിനിറ്റിൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് മാക്സിമം 280 ആ മേളത്തെ ലൈൻ താഴത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്, 280. അതിനർത്ഥം 280 വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. 285 നിൽക്കുന്നത്. അത് കയറിക്കഴിഞ്ഞാൽ 290 ആദ്യത്തെ ട്രിഗർ പ്രൈസ് ആണ്. 280 ഓൾമോസ്റ്റ് ഡൗൺ ആയത്. ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ക്രോസ് ഓവർ മേളിലാവണ വരെ ഹോൾഡ് ചെയ്യണമെന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ 285 അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 289 ആണ്. 289 അവിടുത്തെ അപ്പർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിനർത്ഥം സിയിൽ ഇവിടെ SMA ടച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ എവിടെ നിന്നാണ് എൻട്രി? 128 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 135, 142. നമ്മളിപ്പോൾ അത് നോക്കുന്നില്ല. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 21 പോയിൻ്റാണ് നമ്മുടെ ഡെയിലി ടാർഗറ്റ്. അതിൽ 42 പോയിൻ്റ് ഇന്ന് നമ്മൾ ഹെഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഈ ടിപ്പിലാണ് ഹിറ്റ് ചെയ്തേക്കണേ. ആ ഒരു സ്ട്രഗിളാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അവിടെ കുറച്ച് കൂടുതൽ നേരം മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 285, ആ 285 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 300 ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് 345 കഴിഞ്ഞാൽ 352, 397 ഒക്കെയാണ് മാർക്കറ്റ് പോകാനായിട്ട് പിയിൽ കിടക്കുന്നത്. നമ്മളത് നോക്കണ്ട. 285 ഓൾറെഡി നമുക്ക് ട്രിഗർ പ്രൈസ് ഉണ്ടായിരുന്നു. ആ ട്രിഗർ പ്രൈസിൽ നമ്മൾ 12 പോയിൻ്റ് ഭയങ്കര കൺസോൾട്ടേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഹെഡ്ജ് ചെയ്യേണ്ട ആവശ്യം വന്നത്. സാധാരണ നമ്മളങ്ങനെ ഹെഡ്ജ് ചെയ്യാത്തതാണ്.
അപ്പോൾ 247 നിന്ന് ഹെഡ്ജിങ് പൊസിഷനിലേക്ക് 42 നിന്നുള്ള ഹെഡ്ജിങ് പൊസിഷൻ ഇവിടം വരെ നോക്കിയാലും നമ്മൾ പ്രോഫിറ്റബിൾ ആണ്. RSI 2 മിനിറ്റ്സ് സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഈ RSI മുകളിൽ പോയി ക്രോസ് ഓവർ ആവാതെ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. 300 ഒരു റിജക്ഷൻ പോയിന്റ് ആയിട്ട് നിൽപ്പുണ്ട്. ആ 300 വരെയെങ്കിലും പ്രീവിയസ് ക്യാൻഡലിനെ ഹൈ ബ്രേക്ക് ചെയ്ത് വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതവിടെ നിൽക്കട്ടെ, മാർക്കറ്റിൻ്റെ വഴിക്ക് പോട്ടെ. ഇത്തിരി കഷ്ടപ്പാട് പെട്ടു എന്നുള്ള കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ തീരുമാനം കറക്റ്റായിട്ട് രണ്ടും 12 പോയിന്റ് വെച്ചിട്ട് എടുത്തത് കാരണം നമുക്ക് അവിടെ കൺഫ്യൂസ്ഡ് വന്ന മേഖലയിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് ദൈവം തമ്പുരാന് പോലും അറിയാത്ത സാഹചര്യമായിരുന്നു. പിന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സിംഗിൾ ക്യാൻഡലിൽ തന്നെ ഒരു 20-25 പോയിന്റ് കിട്ടുമെന്നുള്ള നല്ല പ്രതീക്ഷ എന്തായാലും ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ ഹെഡ്ജ് ചെയ്ത് വെച്ചതും ഒരെണ്ണം അടിച്ചു പോയാൽ ഒരെണ്ണത്തിൽ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടായത്. മാർക്കറ്റ് ഓൾറെഡി 290-ലാണ് നിൽക്കുന്നത്. അത് 300 എന്ന് പറയുമ്പോൾ ഒരു 289 വരെയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്റ്റിൽ RSI അപ്പർ സൈഡാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ക്രോസ് ഓവർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്കപ്പോൾ ഹോൾഡ് ചെയ്യാം, അവിടെ കിടക്കട്ടെ. അതായത് ഇന്ന് രാവിലെ എങ്ങനെയാണെങ്കിലും സിയിലും പിയിലും ഉള്ള ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ലോസ് വരുത്തുക, രണ്ട് സിക്കാരെയും വെറുപ്പിക്കുക, പിക്കാരെയും വെറുപ്പിക്കുക. അതിനുശേഷം മാർക്കറ്റിൻ്റെ വഴിക്ക് പോവും. ലോസ് വന്ന ആൾക്കാരൊക്കെ സിയും പിയും ഉള്ള ആൾക്കാർ നോക്കിയിരിക്കും. എന്നിട്ട് വൈകിട്ട് ഒരു പ്ലാൻ ചെയ്യും, ഞാൻ ഇവിടെ എടുത്തിരുന്നെങ്കിൽ അത് കിട്ടിയേനെ, ഞാൻ അവിടെ എടുത്തിരുന്നെങ്കിൽ അത് കിട്ടിയേനെ എന്നുള്ളത്. മാർക്കറ്റ് 300 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമ്മൾ പ്ലാൻ എ വെച്ചു, അത് പാളി. നമ്മൾ പ്ലാൻ ബി എടുത്തു, പ്രോഫിറ്റായി. അത്ര ഇവിടെ ചെയ്തിട്ടുള്ളൂ. മാർക്കറ്റിൻ്റെ വഴിയേ പോവുക എന്നുള്ളതല്ലാതെ. ഇപ്പോൾ 300-ഉം മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. RSI സിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. അത് ഈ ഒരു ഏരിയയും കൂടെ ബ്രേക്ക് ചെയ്താൽ, അതായത് 114 കൂടെ ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ 125, 133 വരെ ആ മാർക്കറ്റ് മൂവ് ചെയ്യും. സിയുടെ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം, 114 കൂടെ ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ഡൈവർജൻസ് ആവാനായിട്ടുള്ള സൂചന കാണിക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഹിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ, ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 114ആണ്. 114 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ 125, 128, 133 മാർക്കറ്റ് മൂവ് ചെയ്യണേ. കാരണം ഇവിടെ 300 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിന് ഇനി 340 പോകേണ്ടി വരും. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ഒരു മടക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്രോസ് ഓവറിൽ നിന്ന് ഈ മടക്ക് വരെ ഈസി ആയിട്ടാണ് 300 പോയിൻറ്റോ അല്ലെങ്കിൽ അതിനിടക്ക് വെച്ചിട്ടുള്ള പോയിൻറ്റോ നമ്മളെടുത്ത് മാറിയത്. അത് കൃത്യമായിട്ട് അവിടെ എടുത്തു. ഇപ്പോൾ ഇവിടെ 280 സപ്പോർട്ട് സോണാണ്. ആ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 265 261 മാർക്കറ്റ് ഫാളാവണം. അപ്പോൾ അത് കണക്കൂട്ടിയിട്ടാണ് ഇവിടെ 114 ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ലെവല് ഡൈവർജൻസ് ആവുന്നുണ്ട്. 114 കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 120 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 128 ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൈവർജൻസ് ആവുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ പിയിൽ ഇവിടെ വന്നിട്ട് 266 സപ്പോർട്ട് എടുത്തു. അത് 266 സപ്പോർട്ട് എടുത്തപ്പോൾ ഇവിടെ കറക്റ്റ് 120 ട്രിഗറായി. ഇനി ഈ 266 ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 120 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 128 മൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് എത്ര പോയിൻ്റായി? 114 നിന്ന് ഒരു 6 പോയിൻ്റ് സ്കാൽപ്പ് ചെയ്ത് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലരും ഈ മൂവ്മെൻറ്റ് എന്തുകൊണ്ട് ഈ 120 എന്നുള്ളത് 128 നിന്ന് വെച്ചാൽ 125 അത് ഒറ്റയടിക്ക് 120 താഴത്തോട്ട് തടയിടാൻ വന്നു. അപ്പോൾ അതിൻ്റെ ഇടക്ക് പിയുടെ സ്ട്രൈക്ക് എവിടം വരെ വന്നു? 226 വന്ന് ആദ്യത്തെ റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ആ 226 ബ്രേക്ക് ചെയ്താൽ ഇത് 120 ബ്രേക്ക് ചെയ്ത് 128, 133 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യണം. അത് ആദ്യത്തെ റെസ്പെക്റ്റാണ് ആക്കേണ്ടത്. അവിടെ ഒരു സ്കാൽപ്പ് ചെയ്ത് എടുക്കുക, പിന്നെ അവിടെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പിന്നെ എടുക്കുക. ഇല്ലെങ്കിൽ 111 എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് കയറ്റി വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ട്രെയിൽ ചെയ്ത് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
120 ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഈ ഡംപ് അത്രയുള്ള സുഖമുള്ളൊരു ഡമ്പൊന്നും ആയിട്ടൊന്നും തോന്നുന്നില്ല. ഈ റെഡ് അതൊരു ഡബിൾ സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത്. ആ, 106 താഴത്തോട്ട് ക്ലോസ് ആയിട്ട് ചെയ്യാം, ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ 117 നിൽക്കുന്നത്. അപ്പോൾ ഈ റെഡ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇതൊന്നും അത്ര വലിയൊരു റെഡ് അല്ല, അത് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് താഴത്തോട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ കേസ് അതാ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 114 ആദ്യത്തെ എൻട്രി 120 കൊടുത്തു, പിന്നെ താഴത്തോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും എടുക്കാം. അപ്പോൾ അവിടെ കിട്ടിയ 6 പോയിൻ്റ് നമുക്കിവിടെ ഈസി ആയിട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു ഡബിൾ ബോട്ടമാണ് പ്രതീക്ഷിച്ചത്. ആ ഡബിൾ ബോട്ടത്തിലേക്ക് മുട്ടിയില്ലെങ്കിലും വീണ്ടും വന്നിട്ട് റിവേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വൺ സൈഡ് മാർക്കറ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരാൻ പോണേ. അപ്പോൾ അത് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു 126 ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത്തിരി കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. എന്തായാലും 126 വരെ പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് തന്നെ. കാരണം ഇവിടെ സെക്കൻഡ് ഡോട്ടിൽ ഇടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ഇതിൻ്റെ ഹയർ വിക്ക് പിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത് ഇവിടെ റെസ്പെക്റ്റ് ചെയ്തു, അതും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ട്രെയിൽ ചെയ്ത് ഓക്കെ. അപ്പോൾ അത് ഇനി ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 242 മാർക്കറ്റ് ഫാൾ ആവും. അപ്പോൾ 114 120 വീണ്ടും താഴത്തുനിന്നുള്ള എൻട്രി. ടാർഗറ്റ് എന്ന് പറയുന്നത് 124.66. ചിലപ്പോൾ ഈ ഇത് ചിലപ്പോൾ റെഡായി കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഈ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് താഴത്തോട്ട് വന്നേക്കാം. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇപ്പോൾ എസ് എം എയിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 275 മുകളിലോട്ട് വന്നാൽ മാത്രമേ ഇത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് വരുന്ന വരവാണത്. 115 താഴത്തോട്ട് ഫാളായ സി ഡൗൺ ആണ്. അതർവൈസ് ഇത് മഞ്ഞ ലൈൻ മുട്ടുന്നവരെയാണ് നമ്മളുടെ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. 275 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പിയിൽ മൂവ്മെൻറ്റ് മേളിലോട്ട് ഉണ്ടാകത്തുള്ളൂ. മാർക്കറ്റ് സിയിലേക്ക് ഡൈവർജൻസ് ആവാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 50 മിനിറ്റ്സിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് 24 നമ്മുടെ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് പിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി എക്സിറ്റ് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള എക്സിറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 24,213 ഇവിടുത്തെ എന്നത്തെ ലൈനാണ്. സി അതവിടെ നിൽക്കട്ടെ, നമ്മുടെ ഹോൾഡിംഗ് ആണ്. 7 ആഗസ്റ്റ് 2024 24,202.8 നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ എത്രയാണെന്നുള്ള കാര്യം നോക്കി അറിയാൻ പറ്റും. ആ ലോവും ഈ ബ്ലൂവും ഒരേപോലെയാണ് നിൽക്കുന്നത്. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. നമ്മുടെ എൻട്രി പക്ക എൻട്രി ആണ്. ഇത് നേരെ സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ SMA അല്ലെങ്കിൽ 24,364 മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ SMA ഒക്കെ മുട്ടിക്കാണണം. 124 മാർക്കറ്റ് ആയി നിൽക്കുകയാണ്. ഹൈവേയിലേക്കാണ് വണ്ടി കയറിയിരിക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു തീരുമാനമുള്ളത് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ഇല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ ലൈൻ. അപ്പോൾ ഇവിടെ എങ്ങോട്ട് വരാം? ഇവിടെ 242 ഫാൾ ആവാം. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് സിയിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിലും അത് ഈസി ആയിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇവിടെ ചെറിയൊരു മൂവ്മെൻറ്റ്. നൂറ്റി 14 തൊട്ട് എത്ര വരെ പോയിട്ടുണ്ട്? 124 വരെ വന്നാലല്ലേ
24.90 വരെ വന്നിട്ടുണ്ട്. അത് 125 കൂടെ ബ്രേക്ക് ചെയ്താൽ 130 മൂവ് ചെയ്യണത്. ഇപ്പം എന്നെ സംബന്ധിച്ച് അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എവിടം വരെ ഹോൾഡ് ചെയ്യാം? 130 വരെ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് നമ്മുടെ SMA മുട്ടുന്ന സമയത്ത് 10 പോയിന്റിൽ ഇറങ്ങാം. ദെൻ ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യാം. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 130. ഇവിടുത്തെ ഒരു ബ്ലൂ ലൈൻ മാറ്റി വെക്കട്ടെ, എന്നാലും അത് കയറി പോകത്തുള്ളൂ. 130, 140, 147, 165. അപ്പം അങ്ങനെ അങ്ങ് കിടന്നോളും. നമുക്കത് ഹോൾഡ് ചെയ്യാം വൈകിട്ട് വരെ. 127 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻട്രിയൊക്കെ പക്ക എൻട്രിയാണ്, അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. ഈ വയലറ്റ് ലൈനിൻ്റെ ചോട്ടിലാണ് ഈ ഒരു 130 നിൽക്കുന്നത്. അപ്പോൾ 130 ഒരു റിജക്ഷൻ സോണാണ്. 130 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 129.85 അതും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ വളരെ സ്മൂത്തായിട്ട് 140 മാർക്കറ്റ് മൂവ് ചെയ്യണത്. 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 147 ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. 137 ആയിട്ടുണ്ട്. ആ 137 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകാം? 155 175 അപ്പോൾ നമ്മൾ പിയിലേക്ക് മാർക്കറ്റ് പോയെങ്കിൽ നമ്മൾ പിയിൽ കുറച്ചെടുത്തു. നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഇന്ന് സിയിലേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം സിയിലേക്ക് വരുന്നത്. അപ്പോൾ 114, 10, 24, 10, 34, 35, 21 പോയിൻ്റാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് പോയതും ഇടക്ക് പോയതും എല്ലാം കൂടി ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 137 കൺസോൾട്ടേഷൻ സോൺ. 137 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 155, 175, 187, 205. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹെഡ്ജ് ചെയ്തിട്ട പൊസിഷനിൽ 21 പോയിന്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് വളരെ ന്യായമായിട്ടുള്ള ഒരു പോയിന്റിൽ കയറ്റിയിട്ടിട്ട് മാക്സിമം 15 മിനിറ്റ്സ് ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യാനായിട്ടാണ് എൻ്റെ തീരുമാനം. അത് ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് 5 മിനിറ്റിലേക്കൊന്ന് ഡൈവർജൻസ് ചെയ്യുന്നുണ്ട്. 5 മിനിറ്റിൽ 142, 152 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. പിന്നെ 2 മിനിറ്റിൽ RSI ക്രോസ് ഓവർ ആവുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോഴും ക്രോസ് ഓവർ ഒന്നും ആയിട്ടില്ല RSIയിൽ. അപ്പോൾ ഫൈനലി 140 ടച്ച് ചെയ്തിട്ടുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. ഇനി 140 ബ്രേക്ക് ചെയ്താൽ 139.90, 140.10 ട്രിഗർ പ്രൈസ്. 139.90 ഹിറ്റ് ചെയ്തിട്ട് വന്നിരിക്കണേ. അപ്പോൾ അവിടെ അതൊരു പന്തുകേടാണ്. അപ്പോൾ അത് താഴത്തോട്ട് പോയിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ മാർക്കറ്റ് 147 140 മൂവ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. 129 താഴെ വന്നാൽ മാർക്കറ്റ് ഡൗൺ ആണ്. അല്ലാത്ത പക്ഷം 140 പോകും. അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് എഗെയിൻ വരാൻ പറ്റുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 120. കാരണം 140.7 പകരം 139.90 കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടാവും. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴെ എന്തെങ്കിലും എടുക്കാനുണ്ടാവും. അതിനുവേണ്ടി താഴത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ പാട് കഴിക്കണേ. അല്ലെങ്കിൽ ആ 140.5 തീർച്ചയായിട്ടും ടച്ച് ചെയ്തേനെ. 129.52 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് 115 120 സപ്പോർട്ട് എടുക്കാനായിട്ട് വരും. 129.52 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോവുള്ളൂ? 147 വീണ്ടും മൂവ് ചെയ്യത്തുള്ളൂ. RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അതായത് അലർട്ടായിട്ട് നിൽക്കുക. അതായത് ഒന്ന് ശ്രദ്ധിക്കാനാണ് ആ പറഞ്ഞേക്കണേ. 129.52 ആ മടക്ക് വരുമ്പോൾ മാക്സിമം കയറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു സൂചനയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് സ്റ്റേബിളായിട്ട് പോകാട്ടോ. ഇതിങ്ങനെ ക്രോസ് ഓവർ ആവാതെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോകാം. ആ സ്റ്റേബിളായിട്ട് പോകുമ്പോൾ മാർക്കറ്റ് 147 എത്താം. അപ്പോൾ മാക്സിമം കയറ്റി ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ പറഞ്ഞ ആ സൂചന വന്നതിൻ്റെ അർത്ഥം. 140 കൂടെ ബ്രേക്ക് ചെയ്താൽ ആ 140 ടച്ച് ചെയ്തിട്ടില്ല. 140.04 ആ 140.07 കൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് 147 ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിരിക്കും. 141. അപ്പം അങ്ങനെ ട്രെയിൽ ചെയ്ത് വെക്കുന്നതിന് ഓരോ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മാക്സിമം ഇന്ന് 60 പോയിൻ്റാണ് നമ്മൾ ലോങ് ഡ്രൈവ് പ്രതീക്ഷിച്ചിരിക്കണേ. 60 പോയിൻ്റ് എന്ന് എന്തോ മനസ്സിൽ രാവിലെ തോന്നിയതാണ്. അപ്പോൾ 114 നിന്ന് 60 പോയിൻ്റ് എന്ന് പറയുമ്പോൾ എത്രയാവും? എന്തെങ്കിലും കണക്കുണ്ടോ?
114 മൈനസ് 60 പോയിൻറ്റ് അപ്പം സോറി 114 പ്ലസ് 60 174 60 പോയിൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ 174 എന്തെങ്കിലും ഉണ്ടോ നോക്കണമല്ലോ. ആ 175 ഒരു പച്ച ലൈനുണ്ട്. അപ്പോൾ രാവിലെ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലാണെന്നുണ്ടെങ്കിൽ 175 നമുക്ക് വൈകിട്ട് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ 128 സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമ്മുടെ ക്യാൻഡലിൻ്റെ ഹൈ പോയിരിക്കുന്നത് 141.55 ആണ്. 141 ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ട്രിഗർ പ്രൈസ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്കിനി മാർക്കറ്റിലേക്ക് ഒരു മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മാക്സിമം കൊണ്ടെത്തിക്കാൻ പോകുന്ന സ്ഥലം രാവിലെ മനസ്സിൽ വിചാരിച്ച പോലെ 175 ആണ്. അതായത് രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 60 പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് വളരെ സന്തോഷവാനാണ്. അപ്പോൾ അങ്ങനെ 60 പോയിൻറ്റ് റൈഡ് ചെയ്തിട്ടേ നമ്മളിന്ന് അവസാനിപ്പിക്കൂ എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി 60 പോയിൻറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു റൈഡ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 175 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 5 മിനിറ്റിലേക്ക് ഞാൻ ഡൈവർജൻസ് ആക്കി ഇട്ടിട്ടുണ്ട്. RSI ക്രോസ് ഓവർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ കയറ്റി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 114 124 134 അതാകുമ്പോൾ 21 പോയിൻറ്റിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് വന്നെടുത്ത് വെച്ചിട്ട് കാണാം. സ്കിപ്പ് ചെയ്തെടുക്കാം. വീഡിയോ എന്തായാലും ഞാൻ വൈകിട്ടേ ക്ലോസ് ചെയ്യുന്നുള്ളൂ. അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 1 മണിക്കൂറായി. അപ്പോൾ ഓൾമോസ്റ്റ് 144 ടച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 5 മിനിറ്റിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. അവിടെയും കൂടെ സ്ട്രഗിൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 160 എൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് ഈ പറഞ്ഞ പോലെ 170 ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ 175. അപ്പോൾ ഇനി ഇത് ബ്രേക്ക് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഫോർവേഡ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അത് അവിടുത്തെ റിജക്ഷനാണ് ആ കണ്ടത്. 144 ഒരു റിജക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ആ 144 വരെ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പോയാൽ 160 വൈകിട്ടോടുകൂടി 175 വരാം. അപ്പോൾ വീഡിയോ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. വീഡിയോ ചിലപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും, ചിലപ്പോൾ തന്നെ സ്റ്റോപ്പായി പോവും. മാക്സിമം ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ നോക്കുന്നുണ്ട്. നമുക്ക് 175 വരെ പോകുമെന്ന് നോക്കാം. അതായത് ഈ RSI ക്രോസ് ഓവർ ആവുന്ന വരെ ഹോൾഡ് ചെയ്യുക. അതുവരെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക. അതേ എൻ്റെ ഉദ്ദേശമുള്ളൂ. ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ 109 അല്ലെങ്കിൽ 114 എൻട്രി എടുത്താൽ ഒരു 21 പോയിൻ്റ്. അതായത് മുമ്പത്തെ ട്രേഡിൽ പിയിൽ കുറേ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പിന്നെയും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 21 പോയിൻറ്റിന് മേലെ ആണെങ്കിൽ 127. ആ 127 ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടി അപ്പോൾ ആ ഭാഗത്ത് ലോസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ എനിക്ക് 21 പോയിൻറ്റിനോടനുബന്ധിച്ച് പ്രോഫിറ്റ് കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് 175. അപ്പോൾ രാവിലെ മനസ്സുകൊണ്ട് ഒരു 60 പോയിൻ്റ് റൈഡ് ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് 114 ഒരു എൻട്രി എടുത്തത്. ആ 114 എൻട്രിയിൽ ഒരു 60 ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് കണക്ക് കൂട്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് 175. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോയിൻറ്റും മാർക്കറ്റിൽ വന്നു നിൽക്കുന്ന പോയിൻറ്റും എല്ലാം ഈ പറഞ്ഞ പോലെ 175 അനുപാതികമായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ദൈവം നമുക്ക് 175 തരാനുള്ള ചാൻസ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പോൾ നമ്മൾ മാന്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്താലും ട്രിഗർ പ്രൈസ് 175 എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അതിൽ എക്സിറ്റ് ആയിരിക്കും. എനിക്ക് 60 പോയിൻ്റ് ആഗ്രഹിച്ചു. അതിനുള്ള സാഹചര്യങ്ങൾ നിലവിലിവിടെ ഉണ്ട്. ലൈനുകൾ കൊണ്ട് അത് അനുകൂലമാണ്. RSIയുടെ ക്രോസ് ഓവർ കൊണ്ട് അതൊക്കെ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ പിന്നെ എല്ലാവരും ഷോർട്ട് സെല്ലാണ് ചെയ്തു വെച്ചിരിക്കണേ. മാർക്കറ്റിൽ ഇന്ന് ഷോർട്ട് സെല്ലായിരിക്കും. ഇന്നലെ അദാനിയുടെ റിസൾട്ട് ഉണ്ട്, ആ റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഷോർട്ടായിരിക്കും എന്ന് ഞാൻ അതിൻ്റെ എഗെയിൻസ്റ്റ് ചിന്തിച്ചു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കിട്ടുവാണെങ്കിൽ എനിക്ക് 175 കിട്ടട്ടെ. അതിനിടയ്ക്ക് അടുത്ത ഒരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ 160 ആണ്.
അതുക്കും മേലെ പോയാൽ 175. അപ്പം ഞാൻ വീഡിയോ പോസ് ചെയ്യുന്നു. നമുക്ക് ടാർഗറ്റ് എത്തുവാണെങ്കിൽ കാണാം. അപ്പോൾ ദൈവം 175 കൊണ്ട മുട്ടിച്ച് തന്നിട്ടുണ്ട്. ഇതൊരിക്കലും എൻ്റെ കഴിവാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ നമ്മുടെ മനസ്സിലൊരു ഉൾവിളി ഉണ്ടായി. 114 നിന്ന് കണക്കുകളും പ്രകൃതിയും ഒക്കെ കൂടെ നമുക്ക് മനസ്സിലൊരു ഹിൻഡ് വന്നു. പക്ഷേ അത് 175 നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. RSI ഇനിയും മുകളിലോട്ട് പോകാൻ കിടപ്പുണ്ട്. 100 പോലും മുട്ടിയിട്ടില്ല. അപ്പോൾ അത് 192 അടുത്ത മൂവ്മെൻറ്റ് പോകാനായിട്ടുള്ള ആ പോസിബിലിറ്റി. ഇപ്പോൾ 178 179. അപ്പോൾ മാക്സിമം ഇവിടെ ലോക്ക് ചെയ്തിട്ട് ബാക്കി കുറച്ചും കൂടെ ഉള്ളത് കുറച്ചും കൂടെ ഒന്ന് ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ 192 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫൈനൽ എക്സിറ്റ് 192 നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 192 ബ്രേക്ക് ചെയ്താൽ പിന്നെ 205 എല്ലാവരും ന്യൂസിൻ്റെ പുറകെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇന്ന് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരെ കൊണ്ടും പിയിലേക്ക് കൊണ്ടുപോയിട്ടൊന്ന് കൊതിപ്പിച്ചു. വണ്ടി ഇതേ ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി മാർക്കറ്റ് എവിടം വരെ പോകുന്നു ദൈവം തമ്പുരാന് മാത്രം അറിയാം. മാക്സിമം ലോക്ക് ചെയ്തിടുക. ഇനി ഈ ക്യാൻഡലിൻ്റെ ഹൈ ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 192 വല്ലതും കോൺസെൻട്രേഷൻ ചെയ്യാം. വീഡിയോ ഞാൻ പോസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. ബാക്കി ദൈവം തരുവാണെങ്കിൽ ചെറിയ ലോട്ടിൽ എന്തെങ്കിലും 192 ഇട്ട് കിട്ടട്ടെ. കാരണം RSI സ്റ്റിൽ ഹൈവേ സൈഡിൽ കയറി നിൽക്കുകയാണ്. ഇനിയും മാർക്കറ്റ് മുകളിലേക്ക് പോകാനായിട്ടാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, ഇത് വെറുതെ ആൾക്കാരെ പറ്റിക്കുന്നതാണ്. ന്യൂസൊക്കെ കണ്ട് വെറുതെ അതിൻ്റെ പുറകെ പോകരുത്. അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങൾ വരും. നമ്മൾ ഇൻഡിക്കേറ്റർ നോക്കി ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. ഇൻഡിക്കേറ്ററിനോ RSIക്കോ ഒന്നും ന്യൂസ് വായിക്കാനുള്ള കഴിവില്ല. അദാനിയും മറ്റവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും RSIക്ക് അറിയില്ല, അല്ലെങ്കിൽ എൻ്റെ ചാർട്ടിന് അറിയില്ല. എൻ്റെ ചാർട്ടിന് അറിയാവുന്നത് പ്രൈസ് മൂവ്മെൻറ്റ് കാണിച്ചു തരാൻ മാത്രമേ ഉള്ളൂ. എനിവേ ഹോൾഡ് ചെയ്യാം. നെക്സ്റ്റ് ക്യാൻഡിൽ ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായാൽ അടുത്ത ടാർഗറ്റ് 192 ആണ്. 192 ബ്രേക്ക് ചെയ്താൽ 205 ആണ്. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇനി എവിടം വരെ പോകുന്നു ദൈവം തമ്പുരാന് അറിയാം. 15 മിനിറ്റ്സിലും RSI ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് 187. ഇപ്പോൾ 180 180-82 സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. അത് 175 എന്നുള്ള ഭാഗം ന്യായമായിട്ടുള്ള റേറ്റാണ്. ഇനി പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 187 15 മിനിറ്റ്സ് പോകും. 1 2 3 4 5 6 ക്യാൻഡിലിൽ താഴത്ത് കൊണ്ടുപോയതാണ് 1/3 തിരിച്ചു കൊണ്ടുവന്നത്. നമ്മുടെ എൻട്രി ഗ്യാപ്പ് ഫില്ലിന് താഴത്തോട്ട് പോകുമെന്ന് പറഞ്ഞു. 15 മിനിറ്റ്സിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അറ്റ് എ ടൈമിൽ നമ്മൾ പി എക്സിറ്റ് ചെയ്തിട്ട് സിയിലേക്ക് കയറിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. 1 മണിക്കൂർ വീഡിയോ ആയിട്ടുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.